ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ കുഴപ്പമൊന്നുമില്ല, സേഫ് ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ലീവുള്ള ദിവസമാണ്. അത് മാത്രമല്ല, ഇന്നിപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം അമ്മ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി മുതൽ എൻ്റെ അംഗമാണ് ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. രാവിലെ എഴുന്നേറ്റു. സാധാരണ ഞാൻ അങ്ങ് ലേറ്റായിട്ട് എണീക്കാറുള്ളത്. ഇന്നിപ്പോൾ അമ്മ പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എണീറ്റു. ബ്രഷൊക്കെ ചെയ്ത് നേരെ എൻ്റെ രാവിലത്തെ കലാപരിപാടിയിലേക്ക് തുടങ്ങി കേട്ടോ. രാവിലെ എഴുന്നേറ്റ് മുടിയൊക്കെ ഒന്ന് ചീവ കെട്ടിയില്ലെങ്കിൽ ഒരു സുഖമല്ല. ചില ദിവസങ്ങളിൽ ഞാൻ ചിവാറ് പോലും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ചെയ്യുന്നത് രാത്രിയായിരിക്കും ചിലപ്പോൾ. അങ്ങനെയൊക്കെ നടന്ന ദിവസങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ രാവിലെ തന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് മെയിൻ കാരണം അതാണ്. രാവിലെ തന്നെ ഒന്ന് മുടിയൊക്കെ ഒന്ന് ചീവി കെട്ടി ഇറങ്ങാമെന്ന് വിചാരിച്ചു. ശ്രീക്കുട്ടൻ എഴുന്നേറ്റിട്ടില്ല. ശ്രീക്കുട്ടൻ നല്ല ഉറക്കമാണ്. എനിക്കിവിടെ രാവിലെ 7:20 പഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. അപ്പോൾ എനിക്ക് ആകെ ഈ ഫ്രൈഡേ സാറ്റർഡേ ആണ് നല്ലോണം ഒന്ന് ഉറങ്ങാൻ കിട്ടുക കേട്ടോ. അതുകൊണ്ട് ഞാൻ മാക്സിമം ഫ്രൈഡേ സാറ്റർഡേ നല്ലോണം കിടന്ന് ഉറങ്ങാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ചില സമയങ്ങളിലൊക്കെ രാവിലെ ഞാൻ വേഗം എഴുന്നേക്കും. കാരണം നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴെയൊക്കെ ഈ പിള്ളേർ കളിക്കും കേട്ടോ രാവിലെയൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒച്ച കേട്ട് ചിലപ്പോൾ ഞാൻ രാവിലെ അങ്ങ് എഴുന്നേക്കും. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര ദേഷ്യം കൂടെ അങ്ങ് വരും. പക്ഷെ എന്ത് ചെയ്യാൻ, അവർക്കും ഒരു എൻജോയ്മെൻ്റ് ഒക്കെ വേണ്ടേ. പിന്നെ കുറച്ച് നേരം ആ വിൻഡോ ഒക്കെ ഒന്ന് തുറന്നിട്ട് കേട്ടോ, കുറച്ച് ശുദ്ധവായൊക്കെ ഒന്ന് കയറിക്കോട്ടെ. എപ്പോഴും നമ്മൾ അടച്ചുപൂട്ടി ഇരിക്കുകയല്ലേ ചെയ്യുന്നത്. നാട്ടിലൊക്കെ ആണെങ്കിൽ അതൊരു സുഖമല്ല. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ജനലൊക്കെ അങ്ങ് തുറന്നിട്ട്. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ്. ചിലരൊന്നും സമ്മതിക്കില്ല, കാരണം വല്ല പാമ്പൊക്കെ കയറുമെന്നും പറഞ്ഞിട്ട്. പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 2 ജനലും അങ്ങ് തുറന്നങ്ങിടും. പിന്നെ നേരെ പുറത്തേക്ക് അങ്ങ് ഇറങ്ങി കേട്ടോ. അമ്മ എന്തായാലും രാവിലെ എഴുന്നേറ്റുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നല്ല അടുക്കളയിൽ നല്ല ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നേ. പിന്നെ നേരെ ഹാളിലേക്ക് വന്നു. ഹാളിലേക്ക് വന്നിട്ട് പിന്നെ ആദ്യം തന്നെ നമ്മൾ ഭഗവാന്മാരൊന്ന് തൊഴു കേട്ടോ. പണ്ട് മുതലേ ഉള്ള ശീലമാണ് രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഭഗവാന്മാരൊന്ന് തൊഴുക എന്നുള്ളത് കേട്ടോ. വീട്ടിലാണെങ്കിൽ ഒരു കുഞ്ഞു പൂജാമുറിയുണ്ട്. പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മളത് ചെയ്തിരിക്കും. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ചെറിയൊരു പ്രെയർ യൂണിറ്റ് ഉണ്ട് അച്ഛൻ്റെ വക. അച്ഛനാണ് ഇത് ഫുൾ സെറ്റപ്പ് ആക്കിയിരിക്കുന്നത് കേട്ടോ. ഒരു കുഞ്ഞ് അമ്പലം പോലെ തന്നെ ഉണ്ട്. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആട്ടോ ഇവിടെ. എൻ്റെ പിറകെ അച്ഛനും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ഈ വീഡിയോ വെച്ചൊന്നും അച്ഛൻ കണ്ടിട്ട് പോലും ഇല്ല. അപ്പോൾ അടുക്കളയിൽ കയറിയപ്പോൾ അമ്മ തകൃതായിട്ടുള്ള കുക്കിങ്ങിലാണ്. കാരണം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് അമ്മ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. ഞാൻ പിന്നെ അമ്മ അടുക്കളയിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ അധികം അടുക്കളയിൽ കയറി പരങ്ങാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്കാകെ ഇവിടെ കുറച്ച് മണി പ്ലാന്റ്സേ ഉള്ളൂ. പക്ഷെ അത് ഞാൻ നല്ലോണം കെയർ ചെയ്യും കേട്ടോ. എനിക്കിഷ്ടമാണ്. പക്ഷെ അതങ്ങോട്ട് വളരുന്നില്ല. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നല്ലോണം കെയർ ചെയ്യലൊക്കെ ഉണ്ട്. എനിക്കിവിടെ കുറച്ച് മണി പ്ലാന്റും പിന്നെ ആ ഒരു പോയിൻസെറ്റിയ പോലത്തെ ഒരു ലീഫുള്ള സാധനവും പിന്നെ ഒരു തുളസിയൊന്നും വളരുന്നില്ല. പിന്നെ കുറേ കറ്റാർ വാഴകളും പിന്നെ സ്നേക്ക് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്നേക്ക് പ്ലാന്റും കറ്റാർ വാഴയും ഞാൻ ബാൽക്കണിയിലാണ് വെച്ചിരിക്കുന്നത്. അത് ഇടയ്ക്ക് ഞാൻ ഒന്ന് എടുത്ത് പുറത്ത് വെക്കും. കാരണം കുറച്ചൊന്ന് വെയിലൊക്കെ തട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആക്ച്വലി സ്നേക്ക് പ്ലാന്റ് നമ്മൾ അകത്ത് വെക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഞങ്ങളുടെ സ്കൂളിൽ ടീച്ചറിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തന്ന കേട്ടോ, റിട്ടേൺ ഗിഫ്റ്റായിട്ട് ഇങ്ങോട്ട് തന്ന കേട്ടോ സ്നേക്ക് പ്ലാന്റ്സ് ഒക്കെ. എന്തൊരു തോട്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ അല്ലേ ചിലരൊക്കെ ചെയ്യുന്നത്. എൻ്റെ ഒന്നും മൈൻഡിൽ അങ്ങനെ പോയിട്ട് പോലും ഇല്ല. പക്ഷേ അവരൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നോക്ക്. അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞ് ഗാർഡൻ. കുഞ്ഞെന്ന് പറഞ്ഞാൽ വെറും കുഞ്ഞു ഗാർഡൻ. എനിക്കൊരു കുഞ്ഞു ഫൈറ്റോ ഫിഷും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അത് ചത്തുപോയേ. എനിക്ക് തോന്നുന്നു ഓവർ ഫീഡിങ് ആയിട്ടാണ് തോന്നുന്നു. കാരണം എൻ്റെ അച്ഛൻ അങ്ങ് ഭയങ്കര പാവം തോന്നിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അന്ന് ഫുഡ് ഇട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ ചത്തുപോയതെന്നാണ് എൻ്റെ ഒരു നിഗമനം. ടുഡോ എന്നായിരുന്നു കേട്ടോ എൻ്റെ ഫൈറ്റോ ഫിഷിൻ്റെ പേര്. അങ്ങനെ ഇപ്പോൾ ഫിഷില്ല. ഇനിയിപ്പോൾ ഒരെണ്ണത്തിന് മേടിക്കണം. ഞാൻ വിചാരിച്ചു നാട്ടിലൊക്കെ പോയി വന്നിട്ട് മേടിക്കാം എന്നുള്ളത്. അപ്പോൾ നേരെ അടുക്കളയിലേക്ക് പോയി. ഇതിപ്പോൾ 2ാമത്തെ ട്രിപ്പാണ് ചായ വെക്കുന്നത്. അങ്ങനെ എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഈ ലൈറ്റ് ചായയാണ് ഇഷ്ടം. ഇവിടെ ബാക്കി എല്ലാവർക്കും കടുപ്പുള്ള ചായ ഇഷ്ടം. എനിക്കാണെങ്കിൽ ലൈറ്റ് ചായ ഇഷ്ടം. ഞാനിപ്പോൾ പുറത്ത് ചായ കുടിക്കാൻ പോകുമ്പോഴാണെങ്കിലും ലൈറ്റ് ചായയാണ് കേട്ടോ മേടിക്കാറുള്ളത്. ഇപ്പോൾ ആദ്യം തന്നെ അച്ഛന് പോയി ചായ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ശ്രീകുട്ടൻ എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും പോയി കിടന്നു. അപ്പോൾ പിന്നെ ശ്രീകുട്ടനും പോയി അങ്ങ് ചായ കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ അങ്ങ് ചായ കുടിക്കാനിരുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങൾ രാവിലെ, ഞങ്ങളുടെ നാട്ടിൽ സെൻസ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളെങ്ങനെയാണ് രാവിലെ ചായ കുടിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക കുറിക്കാൻ വേണം. ഇപ്പോൾ അത് മിക്സറായിക്കോളും, ചിലപ്പോൾ ബ്രെഡായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ചിപ്സ് ആയിരിക്കും. ഞങ്ങൾക്കത് രാവിലെ ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ആ ഒരു ഇതൊന്നും ഇല്ല. ഇപ്പം അമ്മ ഉള്ളപ്പോഴാണ് കേട്ടോ ഇങ്ങനെ രാവിലെ ചായൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും കുറിക്കാൻ എടുക്കുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചായൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കും കേട്ടോ. ഇതിപ്പോൾ വെറും ചായയും എന്തെങ്കിലും ഒരു എന്താ പറയുക
സ്നാക്സും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇന്ന് എനിക്ക് കഴിക്കാനുള്ളത് മിക്സറാണ്. ഇവിടെ MRAയിൽ നല്ല അടിപൊളി മിക്സർ കിട്ടും. അപ്പോൾ ഞാൻ ആ മിക്സർ മേടിച്ചിട്ട് അതും കഴിച്ചു കേട്ടോ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പമായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ അപ്പം ഇങ്ങനെ ചുറ്റിക്കാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും അപ്പമൊന്നും ഉണ്ടാക്കാറില്ല. അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ദോശക്കല്ലാണ് അപ്പം ഉണ്ടാക്കാറുള്ളത്. കാരണം എനിക്ക് അപ്പത്തിൻ്റെ വേവ് ഒന്നും അങ്ങോട്ട് റെഡി ആയി വരുന്നില്ല. പിന്നെ പൊതുവെ എനിക്ക് ഈ അപ്പത്തിനോട് വല്ല താല്പര്യമില്ല. അപ്പവും ഗ്രീൻ പീസ് കറിയും അപ്പവും മുട്ട റോസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അപ്പവും കടലക്കറിയൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ഇന്ന് വീട്ടിൽ അപ്പവും കടലക്കറി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും കഴിക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ ശ്രീകുട്ടനും കൂടെ എണീറ്റ് വെച്ചപ്പോൾ ഞാൻ പിന്നെ വേഗം പോയി ബെഡൊക്കെ ഒന്ന് നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് വിരിച്ചിട്ടു, ബ്ലാങ്കറ്റും ഒന്ന് മടക്കി വെച്ചു ഒക്കെ ചെയ്തു കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഇപ്പം ഞാൻ ഫിറ്റഡ് ബെഡ്ഷീറ്റാണ് മേടിക്കൽ. കാരണം എനിക്ക് എന്നും ഈ ബെഡ്ഷീറ്റ് നേരെ വിളിക്കാനേ സമയം ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഫിറ്റഡ് ബെഡ്ഷീറ്റാണ് മേടിക്കൽ ഇപ്പോൾ. കാരണം അതാകുമ്പോൾ അങ്ങനെ ഒട്ടിക്കിടന്നോളൂല്ലോ. അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു വേഗം വന്ന് അപ്പം കഴിച്ചോളൂ, എല്ലാവരും കഴിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഞാനങ്ങ് അപ്പം എടുക്കാൻ വേണ്ടി പോയേ. ഇന്ന് ഞാൻ പറഞ്ഞില്ല അപ്പവും കടലക്കറി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു അപ്പമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എത്ര ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിലും എനിക്ക് മടി വെച്ച് ഫുഡ് കഴിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കംഫർട്ട് സോൺ കേട്ടോ. പക്ഷെ എനിക്ക് എപ്പോഴും ചീത്ത കേൾക്കാറുണ്ട്. കാരണം ഞാൻ കൂട്ടത്തില്ല എന്നും പറഞ്ഞിട്ട് ശ്രീകുട്ടനൊക്കെ എപ്പോഴും ഡൈനിങ് ടേബിളിൽ നിന്നാണ് ഫുഡ് കഴിക്കുക. ഞാനാണെങ്കിൽ എപ്പോഴും ഒന്നെങ്കിൽ ഈ സോഫയിലോ അല്ലെങ്കിൽ വേറൊരു ചെയറിലോ പോയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ അധികം ചൂടുവെള്ളമാണ് കുടിക്കാറുള്ളത്. കാരണം ഒരു 3 മാസമായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചൂടുവെള്ളമാണ് മോസ്റ്റായിട്ടും കുടിക്കുക. എപ്പോഴും ഞാൻ ചൂടുവെള്ളം, എവിടെ പോകണമെങ്കിലും ചൂടുവെള്ളം എൻ്റെ കയ്യിലുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ കൂളറിൽ വെള്ളം എടുത്തിട്ട് ഞാൻ അതിനകത്ത് ഒന്നെങ്കിൽ ഏലക്കയോ അല്ലെങ്കിൽ നമ്മുടെ ജീരകമില്ല അതാണ് ഇടാറുള്ളത്. ഇപ്പോൾ എനിക്കിഷ്ടം ഏലക്കയാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ ഏലക്കയാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഇടാറുള്ളത് കേട്ടോ. ഏലക്ക ജസ്റ്റ് ഒന്ന് ഇടിക്കല്ലിൽ വെച്ചൊന്ന് ഇടിക്കും. എന്നുവെച്ചാൽ അപ്പോൾ അതിൻ്റെ പരിപ്പങ്ങ് പുറത്ത് വരുമല്ലോ. അപ്പോൾ അത് അതിനകത്തേക്ക് വെള്ളത്തിലേക്ക് ഇങ്ങ് ഇട്ടിട്ട് കുറച്ച് നേരം നമുക്ക് തിളപ്പിക്കും. ഇങ്ങനെയാണ് ഞാൻ സാധാരണ ചൂടുവെള്ളം ഉണ്ടാക്കാറുള്ളത്. എനിക്ക് കരിങ്ങാലിയൊന്നും വലിയ താല്പര്യമില്ല. പതിമുഖമൊക്കെ ഇനി നാട്ടിൽ പോകുമ്പോൾ മേടിച്ചിട്ട് വരണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഒരു സൈഡിൽ മീൻകറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കരാമയിൽ പോയപ്പോൾ നമുക്ക് ഓലക്കുടയിൽ നിന്നുണ്ട് മീൻ കിട്ടിയിട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അടിപൊളി മീനായിരുന്നു കേട്ടോ. ഇത് നല്ല കഷ്ണം മീനായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയും വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് ഈ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി കേട്ടോ. ശ്രീകുട്ടിന് തീരെ ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാം റെഡിയൊക്കെ വെച്ചു. നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അമ്മയ്ക്ക് ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് പോകണമായിരുന്നു എയർപോർട്ടിലേക്ക്. അങ്ങനെ വേഗം പോയി ഡ്രസ്സൊക്കെ മാറി. ആക്ച്വലി ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരേപോലത്തെ കളർ ഡ്രസ്സ് ഇടുന്നത് കേട്ടോ. ഒരേ കളർ ഡ്രസ്സ് ഇടുന്നത് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ഞങ്ങൾ എപ്പോഴും ഒരുപോലത്തെ കളർ ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തേക്ക് പോകുക എന്നുള്ളത്. ഇത് ആക്സിഡൻ്റലി പറ്റിപ്പോയതാണ്. അപ്പോൾ അമ്മയൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഇന്ന് സുട്ടുമണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട്. സുട്ടു വന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ്. അപ്പോൾ പുള്ളിക്കാരത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബോൾ കളിയൊക്കെയാണ് കേട്ടോ. പിന്നെ പോകാനായി അപ്പോൾ അമ്മ പ്രാർത്ഥിച്ചിട്ട് അങ്ങ് ഇറങ്ങി. പ്രാർത്ഥന മുഖ്യമാണല്ലോ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും. അങ്ങനെ അമ്മ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറി. പ്രവീണങ്ങളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ നേരെ എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ ആക്ച്വലി എപ്പോഴും നമ്മൾ പോകാനായിട്ടായിരിക്കില്ല നമ്മൾ എയർപോർട്ടിലേക്ക് ട്രാവൽ ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആരെങ്കിലുമൊക്കെ കൂട്ടാനും കൊണ്ടാക്കാനാണ് കേട്ടോ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ എയർപോർട്ടിലേക്ക് പോകുന്നത്. ആക്ച്വലി ഞാനിപ്പോൾ നാട്ടിൽ പോയിട്ട് 1 വർഷം ആവാനായി. അതുകൊണ്ട് എനിക്ക് നാട് വല്ലാണ്ട് അങ്ങ് മിസ് ചെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ ദിവസം എണ്ണിക്കൊണ്ടിരിക്കുക നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാ വേഗം തന്നെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ എയർപോർട്ട്, മസ്കരി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫ്ലൈറ്റൊക്കെ ഉണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഒമാനിലില്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എപ്പോഴും ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നെ. പക്ഷെ കുറച്ച് ഫെയർ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് 3 മണിക്കുള്ള ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ ഒമാൻ എയർ. അപ്പോൾ നമ്മളൊരു 12:45 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എയർപോർട്ടിൽ എത്തിയേ. നമുക്കിവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ വരെ കയറാം. ചെക്ക് ഇൻ ചെയ്യുന്ന വരെ നമുക്ക് ആൾക്കാർക്ക് ഉള്ളിൽ കയറാൻ പറ്റും. പക്ഷെ നാട്ടിലൊന്നും അങ്ങനെ പറ്റത്തില്ലല്ലോ. ഇവിടെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എപ്പോഴും അച്ഛൻ നമ്മൾ പോകുമ്പോഴൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ടായിരുന്നേ. അങ്ങനെ ചെക്ക് ഇൻ ചെയ്തു. അമ്മേൻ്റെ ഒരു ലഗേജ് വേറെ സൈഡിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണമായിരുന്നു. ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ ഞാൻ ശ്രീകുട്ടനോട് ചോദിക്കുകയാണ് അമ്മ പോയിട്ട് എന്ത് ഫീൽ ചെയ്യുന്നു എന്ന്. അപ്പോൾ അവർ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അമ്മ പോകാൻ നേരത്ത്. കാരണം സമയാസമയം അമ്മ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു, എന്നെ പോലെ അല്ലല്ലോ. അങ്ങനെ അമ്മയൊക്കെ ചച്ചപ്പ പറഞ്ഞു നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. അങ്ങനെ വീട്ടിലെത്തി ഞാൻ നല്ലോണം ഫുഡൊക്കെ കഴിച്ചു. അമ്മ ഉണ്ടാക്കി വെച്ച ഫുഡൊക്കെ നല്ലോണം അങ്ങ് കഴിച്ചു. ഒപ്പം ഉണ്ട് ശ്രീകുട്ടൻ ഒറ്റമൈനേനെ കാണിച്ചു തന്നു. അങ്ങനെ ഒറ്റമൈനേനെയും കണ്ടു. കുറച്ച് നേരം TV യും കണ്ടിട്ട് ഞാൻ പോയി കിടന്നങ്ങ് ഉറങ്ങി.
നല്ലോണം അങ്ങ് ഉറങ്ങിയിരുന്നു. അപ്പോഴത്തേക്കും ശ്രീകുട്ടൻ എഴുന്നേറ്റു. ശ്രീകുട്ടനും അച്ഛനും ടി വിയിൽ കളി കാണുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്താക്കി, അച്ഛനുള്ള അപ്പം ഉണ്ടാക്കി. ഇവിടെ കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു, അത് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് രാത്രി നമുക്കൊരു ഫിലിം കാണാൻ പോകണം. നമ്മൾ വാഴ 2 കാണാൻ പോകുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അച്ഛന് വേഗം ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു. ശ്രീകുട്ടനാണെങ്കിൽ ഡൈ ഹാർഡ് ചെന്നൈ ഫാനാണ് കേട്ടോ. അപ്പോൾ ചെന്നൈൻ്റെ കളിയൊന്നും പുള്ളിക്കാരൻ അങ്ങനെ മിസ്സാക്കാറില്ല. ഇന്നിപ്പോൾ വേറെ ചെന്നൈൻ്റെ തന്നെ കളിയായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു പുള്ളി ഭയങ്കര സ്റ്റക്കാണായിട്ട് അതിനകത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പുള്ളി ഫുള്ളും കണ്ടിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ രാത്രിക്കുള്ള ടിക്കറ്റ് തന്നെ ബുക്ക് ചെയ്തത്. കാരണം കൂടെ വരുന്ന ഇത്തേണ്ണൊരു ചെന്നൈ ഫാൻ തന്നെയാണ്. പക്ഷെ നമ്മൾ കളി കഴിയുന്നതിന് മുന്നേ നമ്മൾ ഇറങ്ങിയെന്ന് എനിക്ക് തോന്നണേ. അങ്ങനെ അവർ കളി കണ്ടപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു, ഫുഡും കഴിച്ചു, വേഗം പോയി റെഡി ആവാൻ നോക്കി കേട്ടോ. കാരണം ഇനി ഞാൻ റെഡി ആയില്ലെങ്കിൽ ഞാൻ തന്നെ ലേറ്റായി പോകും. പിന്നെ വേഗം പോയി റെഡിയൊക്കെ ആയി. ഗ്ലാസ് എടുക്കണം, കാരണം എനിക്ക് കണ്ണിന് കാഴ്ചയില്ല ഗൈസ്. എസ്പെഷ്യലി ടി വി കാണുമ്പോഴും മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ കണ്ണാടി ഞാൻ വെക്കാറുണ്ട്, സ്പെക്സ്. പിന്നെ പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ വെക്കാറില്ല. ഞാനിപ്പോൾ തിയേറ്ററിൽ പോകുമ്പോൾ മാത്രം കേട്ടോ സ്പെക്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചൂടുവെള്ളമൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ തിയേറ്ററിലേക്ക് പോയി. ഞങ്ങളിപ്പോൾ മിക്കപ്പോഴും വരാറുള്ളത് റൂവിയിലുള്ള സ്റ്റാർ മൂവീസിലേക്കാണ് കേട്ടോ. കാരണം നമുക്ക് കുറച്ച് അടുത്താണ് ഈ സ്റ്റാർ മൂവീസ് ഉള്ളത്. കുറച്ചല്ല, നല്ലോണം അടുത്താണ് സ്റ്റാർ മൂവീസ് ഉള്ളത്. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും സ്റ്റാർ മൂവീസ് തന്നെയാണ് പോകാറുള്ളത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, ഒരു പോപ്കോൺ കഴിച്ചു. മൂവിനെ കുറിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് എ ഫീൽ ഗുഡ് നൈസ് മൂവിയാണ്, എല്ലാവരും പോയി കാണുക. അങ്ങനെ മൂവി കഴിഞ്ഞു. എൻ്റെ മുഖം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിപ്പോയി. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ. മൂവി വാസ് ഗ്രേറ്റ്, അടിപൊളി. അപ്പോൾ എല്ലാവരും പോയി കാണുക. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. സുട്ടു ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയി കേട്ടോ, പാവം. പക്ഷെ പകുതി മുക്കോളം ഇരുന്ന് കണ്ടിട്ടുണ്ട്. ലാസ്റ്റിലേക്കാണ് കേട്ടോ ആൾ ഉറങ്ങിപ്പോയത്. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ്, എൻ്റെ ഡേ പോകുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങളിട്ട കമൻസൊക്കെ ഞാൻ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നുണ്ട് എന്തായാലും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി ടീച്ചർ റിലേറ്റഡ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.